ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. എല്ലാവരും സെറ്റ് എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്ട്രെസ്സ് കൂടുതൽ കൊടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള 25 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ 25 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്താലോ? ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ ക്ലാസിക് ബോട്ടണി ടോപ്പിക്. ക്ലാസിക് ബോട്ടണി എന്ന് പറയുമ്പോൾ നമുക്ക് ലോവർ ഫോംസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലോവർ പ്ലാന്റ് ഗ്രൂപ്പ്സ്. ഇപ്പോൾ ആൽഗ ഉണ്ട്, ഫഞ്ചൈ, ബ്രയോഫൈറ്റ്സ്, ടെർഡോഫൈറ്റ്സ് ഒക്കെ ലോവർ ഗ്രൂപ്പാണ്. അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ജിംനോസ്പേംസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫൈക്കോളജി, മൈക്കോളജി, ബ്രയോളജി, ടെർഡോളജി ആൻഡ് ജിംനോസ്പേംസിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് അവരുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും എക്കണോമിക് ഇമ്പോർട്ടൻസുമാണ്. അതിനോടൊപ്പം തന്നെ കോമൺ നെയിം ആൻഡ് ബൈനോമിയൽ നെയിം അല്ലെങ്കിൽ ബൊട്ടാനിക്കൽ നെയിം കമ്പയർ ചെയ്തുകൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ് പ്ലാന്റ് പാത്തോളജി. പാത്തോളജിയിൽ നമുക്ക് ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസും പ്ലാന്റ് ഡിസീസസും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സിംറ്റംസ് ആൻഡ് ഡിസീസ് കോസിങ് ഓർഗാനിസം തമ്മിലുള്ള സിമിലാരിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ വരുന്നത് മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജിയിൽ ബാക്ടീരിയ ആൻഡ് വൈറസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവിടെയും ഇമ്പോർട്ടൻസ് കാണിച്ചു വരുന്ന ഒരു ഏരിയയാണ്. പിന്നീട് വരുന്നത് കോമൺ ഡിസീസ് കോസിങ് പാർട്ടിക്കിൾസ് ആയ വൈറോയിഡ്സ്, വൈറോൺസ്, പ്രയോൺസ്, മൈക്കോപ്ലാസ്മാസ്, ഇൻ്റർഫെറോൺസ് ആൻഡ് ആക്ടിനോമൈസീഡ്സ് ആണ്. ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബാക്ടീരിയ ആൻഡ് വൈറസസ് എന്ന് പറയുന്ന കാറ്റഗറി ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. ഇനി പാലിയോ ബോട്ടണിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പാലിയോ ബോട്ടണിയിൽ ടൈപ്പ് ഓഫ് ഫോസിലൈസേഷൻ, ജിയോളജിക്കൽ ടൈം സ്കെയിൽ, അതുപോലെ തന്നെ ഫോസിൽ ടെറിഡോഫൈറ്റ്സ്, ഫോസിൽ ജിംനോസ്പേംസ് ഒക്കെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഏരിയകളാണ്. ഇനി നമ്മൾക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അത് ആൻജിയോസ്പേം അനാറ്റമിയാണ്, പ്ലാന്റ് അനാറ്റമി. പ്ലാന്റ് അനാറ്റമിയിൽ ഇവിടെ നമുക്ക് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും അനാറ്റമി, അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ഏരിയയാണ്. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് മൈക്രോ ടെക്നിക്കാണ്. മൈക്രോ ടെക്നിക്കിൽ റിയേജൻസ്, അതേപോലെ സ്റ്റെയിൻസ് ആൻഡ് മൗണ്ടിങ് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എംബ്രിയോളജി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ബോട്ടണി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ടൈപ്സ് ഓഫ് എംബ്രിയോസാക്സ് സ്ഥിരം വരുന്ന ഒരു ഏരിയയാണ്. എൻഡോസ്പേം ടൈപ്പ്, പോളി എംബ്രിയോണി, പാർത്തിനോകാർപ്പി, അപ്പോമിക്സിസ് ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മൈക്രോസ്പോർ ഡെവലപ്മെൻറ്റ്, മെഗാസ്പോർ ഡെവലപ്മെൻറ്റ് ഒക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി പാലിനോളജി, അതായത് നമ്മുടെ പോളൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പോളൻ മോർഫോളജി, അൾട്രാ സ്ട്രക്ചർ ഓഫ് പോളൻ വോൾ, എയറോപാലിനോളജി, മെലിറ്റോപാലിനോളജി, പോളൻ അലർജി ഒക്കെ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഇനി പ്ലാന്റ് ബ്രീഡിംഗ് ഇസ് അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇവിടെ മ്യൂട്ടേഷൻ ബ്രീഡിംഗ്, പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ, സീഡ് പ്രൊഡക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എവല്യൂഷൻ കൺസിഡർ ചെയ്താൽ തിയറീസ് ഓഫ് എവല്യൂഷനും സ്പീസിയേഷനുമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ടാക്സോണമി. ടാക്സോണമി നമുക്ക് അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ടാക്സോണമി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ വരുന്നത് ഫാമിലി ക്യാരക്ടേഴ്സ് ആണ്. ഫാമിലി ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സ് തന്നിട്ട് ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്യാനും, അതേപോലെ തന്നെ ഫാമിലി തന്നിട്ട് അതിൻ്റെ ക്യാരക്ടർ ഐഡൻറ്റിഫൈ ചെയ്യാനും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷനിൽ നമ്മൾക്ക് ബേസിക്കായിട്ട് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ നാച്ചുറൽ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ സിസ്റ്റം, അതേപോലെ തന്നെ ഫൈലോജനറ്റിക് സിസ്റ്റം ഉണ്ട്. ഈ 3 സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരാറുണ്ട്. ഇനി ICBN റൂൾസ്, അതിൽ സ്പെസിമെൻ്റെ ടൈപ്പിഫിക്കേഷനോ അല്ലെങ്കിൽ പബ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തതാണ് മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഇവൻ സീഡ് തുടങ്ങിയിട്ട് എൻറ്റയർ ട്രീ വരെയുള്ള മോർഫോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. സ്റ്റെം, ലീഫ്, റൂട്ട്, ഈവൻ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് മോർഫോളജി ക്വസ്റ്റ്യൻസ് വരാം. ഇൻഫ്ലോറസൻസിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എക്കണോമിക് ബോട്ടണിയാണ്. എക്കണോമിക് ബോട്ടണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളും അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റുകളും ബേസ് ചെയ്തിട്ടായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്.
എത്തനോബോട്ടണി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്നത് സെൽ ബയോളജിയാണ്. സെൽ ബയോളജിയിൽ ഇവിടെ നമുക്ക് സെൽ ഓർഗനൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓരോ സെൽ ഓർഗനൽസിൻ്റെയും ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈവൻ ന്യൂക്ലിയസ്, ഗോൾജി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, പെറോക്സിസോംസ്, ലൈസോസോംസ്, ഗ്ലയോക്സിസോംസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് എല്ലാത്തിൻ്റെയും നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെമ്പറൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമസോം സ്ട്രക്ചർ, മൈറ്റോസിസ്, മിയോസിസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മോളിക്കുലാർ ബയോളജി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. DNA റെപ്ലിക്കേഷൻ ആൻഡ് റിപ്പയർ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സിൽ മെൻഡേലിയൻ ജെനറ്റിക്സും എക്സ്റ്റൻഷൻ ഓഫ് മെൻഡേലിയൻ ജെനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ജീൻ ഇൻട്രാക്ഷൻ, എക്സ്ട്രാ ക്രോമോസോമൽ ഇൻഹെറിറ്റൻസ്, ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ. ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് ഡയറക്റ്റും അതേപോലെ തന്നെ പ്രോബ്ലംസും ചോദിക്കാം. പോപ്പുലേഷൻ ജെനറ്റിക്സിൽ നിന്നും സെയിം തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രോബ്ലംസും ചോദിക്കാം. സിൻഡ്രോംസ് കോസ്ഡ് ബൈ ക്രോമോസോം അബറേഷൻ ആൻഡ് പെഡിഗ്രി അനാലിസിസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്ലാന്റ് ഫിസിയോളജിയാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എസെൻറ്റ് ഓഫ് സാപ്പ്, നൈട്രജൻ മെറ്റബോളിസം, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ഫൈറ്റോ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ് ആണ്. പിന്നെ ഫോട്ടോ പീരിയോഡിസം ആൻഡ് സീഡ് ജെർമിനേഷൻ ഇമ്പോർട്ടൻ്റ് ഏരിയകളാണ്. ബയോകെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ അബൌട്ട് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ് ആൻഡ് വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈം ഇൻ ഡീറ്റെയിൽസ് അറിയണം. എൻസൈം കൈനറ്റിക്സും അതേപോലെ എൻസൈം ഇൻഹിബിഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബയോഫിസിക്സ് കൺസിഡർ ചെയ്താൽ നമുക്ക് PH ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് വേരിയസ് ബയോഫിസിക്കൽ ടെക്നിക്സ്, അതിൽ ക്രോമാറ്റോഗ്രഫി, ജെൽ ഇലക്ട്രോഫോറസിസ്, പേജ്, അതേപോലെ ഡിഫറെൻറ്റ് ഇലക്ട്രോഫോറസിസ് സിസ്റ്റം, സെൻട്രിഫ്യൂജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻവയോൺമെൻറ്റ്, പൊല്യൂഷൻ, ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് നമ്മുടെ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ, പിന്നെ സ്റ്റാൻഡേർഡ് നമ്മുടെ സെൻട്രൽ ഡീവിയേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, പിന്നെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ടെസ്റ്റ്, chi-square ടെസ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മുടെ ബയോടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവിടെ നമുക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, സൊമാക്ലോണൽ വേരിയേഷൻ, ആർട്ടിഫിഷ്യൽ സീഡ്, പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാപ്ലോയിഡ് പ്ലാന്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ മെത്തേഡും അതേപോലെ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാം. PCR, cDNA ലൈബ്രറീസ്, പിന്നെ വെക്റ്റേഴ്സ്, DNA മാർക്കർ ബേസ്ഡ് ടെക്നിക്സ്, അതായത് RFLP, RAPD, അങ്ങനത്തെ AFLP റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്ലോട്ടിംഗ് ടെക്നിക്സ്, സദേൺ, നോർത്തേൺ, വെസ്റ്റേൺ പ്ലോട്ടിംഗ് ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. സോ നമ്മുടെ ഫൈനൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബയോ ഇൻഫോർമാറ്റിക്സ് ആണ്. ഡാറ്റാബേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൂൾസ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ്, ട്രാൻസ്ക്രിപ്റ്റോമിക്സ്, മെറ്റബോളോമിക്സ് ആൻഡ് ഫാർമക്കോജീനോമിക്സിൽ നിന്ന് ബ്രീഫായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷേ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടൂൾസ് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സും എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഏരിയാസിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ജിംനോസ്പെർം ഫൈല പ്രൊഡ്യൂസ് മോട്ടൈൽ സ്പെർംസ്, bears ovulate and microsporangiate cone on separate plant and has fleshy coated seeds? Coniferophyta, Psychedophyta, Neophyta and Gingophyta ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോട്ടൈൽ സ്പേംസ് ഉള്ളത് 2 കാറ്റഗറിയിലാണ്. അത് ജിങ്കോഫൈറ്റയും സൈക്കഡോഫൈറ്റയുമാണ്. ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓവുലേറ്റ് ആയിട്ടുള്ള മൈക്രോസ്പൊറാഞ്ചിയേറ്റ് കോൺ സെപ്പറേറ്റ് പ്ലാന്റ്സ് വരുന്നതുമായിട്ടുള്ളതും ഫ്ലഷി ആൻഡ് കോട്ടഡ് സീഡ്സ് ഉള്ളതും ജിങ്കോഫൈറ്റയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ജിങ്കോഫൈറ്റയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ജിങ്കോഫൈറ്റ, ഓപ്ഷൻ 4. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ ഒറിജിൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആൻജിയോസ്പേം വാസ് ഡ്യൂറിങ് വിച്ച് ജിയോളജിക്കൽ പീരിയഡ്? പെർമിയൻ, ട്രാസിക്, ജുറാസിക് ആൻഡ് ക്രെറ്റേഷ്യസ്. അപ്പം നമ്മുടെ ആൻജിയോസ്പേം
ഏത് പീരീഡിലാണ് ഒറിജിനേറ്റ് ചെയ്തത്, ഡൈവേഴ്സിഫിക്കേഷൻ നടന്നത് എന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ക്രിട്ടേഷ്യസ് എന്ന് പറയുന്ന പീരീഡിലാണ് ആൻജിയോസ്പേമിൻ്റെ ഒറിജിനും അതേപോലെ ഡൈവേഴ്സിഫിക്കേഷനും നടന്നത്. സോ ഹിയർ ദി ആൻസർ ഇസ് ഫോർ ക്രിട്ടേഷ്യസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കെമിക്കൽ ഇസ് എ DNA intercalator? 5-bromouracil, ethyl methane sulfonate, acridine orange and UV are the example. നമ്മൾ DNA intercalator എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് DNA സർട്ടൻ ലൊക്കേഷൻസിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കെമിക്കൽസ് ആണ്. അപ്പോൾ നമുക്ക് DNA ജെല്ലിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്ത DNA കാണാൻ വേണ്ടിയിട്ടോ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർട്ടൻ ഡൈസ് ആണ് ഈ ഇൻ്റർകലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർകലേറ്റർ എന്ന് പറയുമ്പോൾ എത്തിഡിയം ബ്രോമൈഡ് ഉണ്ട്, പ്രോഫ്ലാവിൻ, അങ്ങനത്തെയൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ അതിൽ നമ്മളുടെ ഈ ഓപ്ഷനിൽ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അക്രിഡൈൻ ഓറഞ്ച് ആണ്. അക്രിഡൈൻ ഓറഞ്ച് ഇസ് കോമൺലി a DNA intercalator. So option 3 acridine orange is the right answer. So next question, gibberellic acid Ga controls seed germination by directing breakdown of stored starch. In which one of the following tissue of barley seed alpha amylase gene is induced in response to Ga? Endosperm, coleoptile, aileron layer and embryo. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ബാർലി സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിൻ്റെയാണ്. അപ്പോൾ ജെർമിനേഷൻ്റെ ടൈമിൽ വാട്ടർ ഇംബൈവ് ചെയ്യും സീഡ്. അപ്പോൾ നമ്മുടെ GA അതായത് ജിബ്രലിക് ആസിഡ് സെക്രീറ്റ് ചെയ്തിട്ട് എൻഡോസ്പേമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. എൻഡോസ്പേം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ സ്റ്റാർച്ചിൻ്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ സിന്തസൈസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാർലി സീഡിൻ്റെ അല്യൂറോൺ ലെയറിൽ സർട്ടൻ എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈഡ്രോലേസ് എൻസൈമാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ആൽഫ അമൈലേസ് എൻസൈമും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ്? അല്യൂറോൺ ലെയറിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അല്യൂറോൺ ലെയറിൽ ജീൻസ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ആൽഫ അമൈലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൽഫ അമൈലേസ് ആണ് സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് സൂക്രോസ് അല്ലെങ്കിൽ ഷുഗർ ആക്കുന്നത്. സോ വേർ ഡസ് ദി ജീൻ ജീൻ ഇൻഡ്യൂസ്ഡ് റെസ്പോൺസ് വരുന്നത്? അത് വരുന്നത് നമ്മുടെ അല്യൂറോൺ ലെയറിലാണ്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3 അല്യൂറോൺ ലെയർ വേർ ദി ആൽഫ അമൈലേസ് ജീൻ ഇസ് ട്രാൻസ്ക്രൈബ്ഡ് ടു പ്രൊഡ്യൂസ് ആൽഫ അമൈലേസ് എൻസൈം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇലക്ട്രോൺ ട്രാവൽസ് ത്രൂ കാരിയേഴ്സ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇസഡ് സ്കീം. ദ ഫോളോയിങ് ആർ ഇൻഡിക്കേറ്റഡ് ആസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. അപ്പോൾ ഇസഡ് സ്കീമിലുള്ള ഇലക്ട്രോൺ ഫ്ലോയിൻ്റെ ഡയറക്ഷൻ ഏതാണ് കറക്റ്റ് ഓർഡറിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് ദ ഡയഗ്രാം ഓഫ് ഇസഡ് സ്കീം. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ദാറ്റ് ഇസ് P680. P680യിൽ നിന്നും ഇലക്ട്രോൺ എക്സൈറ്റായി അത് ഫിയോഫൈറ്റിനിലേക്കാണ് പോകുന്നത്. ഫിയോഫൈറ്റിനിൽ നിന്ന് പിന്നെ പ്ലാസ്റ്റോക്വിനോൺ, പ്ലാസ്റ്റോക്വിനോണിൽ നിന്ന് സൈറ്റോക്രോം B6F, പിന്നെ പ്ലാസ്റ്റോസയാനിൻ, ദെൻ ദി P700, പിന്നെ P700ൽ നിന്ന് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസിലൂടെ പാസ് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് P680 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷനാണുള്ളത്, എയും സിയും. P680ക്ക് ശേഷം പിന്നെ ഇലക്ട്രോൺ റിസീവ് ചെയ്യുന്നത് ഫിയോഫൈറ്റിനാണ്. നമുക്ക് ഓപ്ഷൻ സിയിലാണ് ഫിയോഫൈറ്റിനുള്ളത്. ഫിയോഫൈറ്റിന് ശേഷം ഇലക്ട്രോൺ റിസീവ് ചെയ്യുന്നത് പ്ലാസ്റ്റോക്വിനോൺ എ ആൻഡ് ബി ആണ്. ഇവിടെ പ്ലാസ്റ്റോക്വിനോൺ ആണ്, പ്ലാസ്റ്റോക്വിനോൺ എ ആൻഡ് ബി. അതിനുശേഷം സൈറ്റോക്രോം B6F, പിന്നെ പ്ലാസ്റ്റോസയാനിൻ, പിന്നെ P700. സോ ഇവിടെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓർഡർ. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുന്ന ടൈമിൽ ടാക്സോണമിയിൽ ICBN റൂൾസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ടൈപ്പ് ഓഫ് സ്പെസിമെൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണെന്നും പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സ്പെസിമെൻ designated from the original material as the nomenclature type,
in the conformity with Article 9.9 and 9.10 if no holotype was designated at the time of publication, or if it is missing, or if it is found belong to more than one taxon is known as lectotype, paratype, neotype and epitype. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ലെക്ടോടൈപ്പ് ആണ്. ലെക്ടോടൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഒറിജിനൽ സ്പെസിമെനിന് പകരം സെർവ് ചെയ്യുന്ന ഒരു സ്പെസിമെനാണ് ലെപ്റ്റോടൈപ്പ് എന്ന് പറയുന്നത്. എപ്പോഴാണ് അതിന് ഉപയോഗിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഹോളോടൈപ്പിനെ യൂസ് ചെയ്തിട്ടില്ല, ഹോളോടൈപ്പ് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ മോർ ദാൻ വൺ ടാക്സോൺ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന, ഹോളോടൈപ്പിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്പെസിമെനാണ് ലെപ്റ്റോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഹോളോടൈപ്പ് ഇസ് നോൺ ആസ് ഐസോടൈപ്പ്. സോ ഐസോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ ടൈപ്പ് ബേസിക്കലി ഒരു ഹെർബേറിയമാണ്. ഒരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ സ്പീഷീസിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഹെർബേറിയത്തിനെയാണ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളോടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക്കേഷൻ്റെ ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹെർബേറിയം, അതിനെയാണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ന്യൂ സ്പീഷീസിനെ കണ്ടുപിടിച്ചു, അത് ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ നിന്ന് നമ്മളൊരു ന്യൂ സ്പീഷീസിനെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ നിന്നും ഒരു ട്രീ ആണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മളെടുത്ത് അതിനെ ടൈപ്പ് സ്പെസിമെനായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഹെർബേറിയം അല്ല അറ്റ് എ ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ സെയിം ട്രീയുടെ ഡിഫറെൻറ്റ് ഹെർബേറിയം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ഒരു 3-4 ഹെർബേറിയം. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടാണ് ഹോളോടൈപ്പ് ആക്കുന്നത്, പബ്ലിക്കേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ടൈപ്പ് സ്പെസിമെനിനെയാണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന റിമൈനിങ് ആയിട്ടുള്ള സെയിം ലൊക്കേഷനിൽ നിന്ന് സെയിം ട്രീയിൽ നിന്നോ കളക്ട് ചെയ്ത ഡിഫറെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ഹോളോടൈപ്പ് ഇസ് നോൺ ആസ് ഐസോടൈപ്പ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസൈം കൈനറ്റിക്സിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ലിൻവീവർ ബർക്ക് പ്ലോട്ട് ഫോർ എൻസൈം ഇൻഹിബിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ഫോളോയിങ് ടേബിൾ റിലേറ്റഡ് വിത്ത് എൻസൈം ഇൻഹിബിഷൻ ആൻഡ് സെലക്ട് ദി കറക്റ്റ് വൺസ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻ. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനും നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ ഇവർ തന്നിട്ടുള്ളത് Km ഇൻക്രീസസ് ആൻഡ് Vmax അൺചേഞ്ച്ഡ് എന്നാണ്. ആൻഡ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ Km അൺചേഞ്ച്ഡ് ആൻഡ് Vmax ഡിക്രീസസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണെങ്കിൽ ഇവിടെ നമ്മുടെ Km ഇൻക്രീസ് ചെയ്യും, അതേപോലെ Vmax അൺഎഫക്റ്റഡ് ആണ്, അപ്പോൾ ദാറ്റ് ഇസ് അൺചേഞ്ച്ഡ്. അതേപോലെ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ Km അൺഎഫക്റ്റഡ് ആണ്, അൺചേഞ്ച്ഡ് ആണ്, ആൻഡ് Vmax ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസും കറക്റ്റാണ്. സോ IA അല്ലെങ്കിൽ 1A ആൻഡ് 1B ഇസ് കറക്റ്റ്. അതേപോലെ തന്നെ 2A ആൻഡ് 2B ഇസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ടും കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. IA ആൻഡ് 2A, സോറി 1A ആൻഡ് 2A ആൻഡ് 1B ആൻഡ് 2B ആർ കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ C ഇസ് ദ കറക്റ്റ് വൺ. അടുത്തത് എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് എക്കോട്ടോൺ. എക്കോട്ടോണിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോൺ ഓഫ് ജംഗ്ഷൻ ബിറ്റ്വീൻ 2 or more ഡൈവേഴ്സ് എക്കോസിസ്റ്റംസ്. ഗ്രാസ്ലാൻഡ്, ഫോറസ്റ്റ് ആർ ദ എക്സാമ്പിൾ ഫോർ എക്കോട്ടോൺ ecosystem. Generally, species diversity is higher in ecotone than the adjacent ecosystem. So, ഇപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എക്കോട്ടോൺ എന്ന് പറയുന്നത് ബേസിക്കലി 2 എക്കോസിസ്റ്റം, നല്ല ഡൈവേഴ്സ് ആയിട്ടുള്ള പോപ്പുലേഷനുള്ള 2 എക്കോസിസ്റ്റത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഏരിയനെയാണ് എക്കോട്ടോൺ എന്ന് പറയുന്നത്. എക്കോട്ടോണിൽ രണ്ട് എക്കോസിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 2 എക്കോസിസ്റ്റത്തിൻ്റെയും ഡൈവേഴ്സിറ്റി കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയയാണ്. 2 എക്കോസിസ്റ്റത്തിൻ്റെയും ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടിട്ട് ധാരാളം പോപ്പുലേഷൻ, ധാരാളം മെമ്പേഴ്സ് ഈ പറയുന്ന എക്കോട്ടോൺ റീജിയനിൽ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഡെസേർട്ടിൻ്റെയും ഫോറസ്റ്റിൻ്റെയും മിഡിലിൽ കാണുന്ന അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന 2 എക്കോസിസ്റ്റം മീറ്റ് ചെയ്യുന്ന റീജിയനാണ് എക്കോട്ടോൺ. അപ്പോൾ ഈ ഫോറസ്റ്റും ഡെസേർട്ടും കൂടെ മീറ്റ് ചെയ്യുന്ന റീജിയനെയാണ് ഗ്രാസ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ 2 ഡെസേർട്ടിൻ്റെയും അതേപോലെ
നമ്മുടെ ഫോറസ്റ്റിൻ്റെയും സ്പീഷീസ് അവിടെ കാണാറുണ്ട്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 or more ഡൈവേഴ്സ് എക്കോസിസ്റ്റം. അത് കറക്റ്റാണ്. ഗ്രാസ് ലാൻഡ് ഫോറസ്റ്റ് ആർ എക്സാമ്പിൾ ഓഫ് എൻ എക്കോസിസ്റ്റം, എക്കോട്ടോൺ എക്കോസിസ്റ്റം. അതും കറക്റ്റാണ്. ഗ്രാസ് ലാൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഡെസേർട്ടിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന എക്കോട്ടോൺ ആണ്. ജനറലി സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഹയർ ഇൻ എക്കോട്ടോൺ ദാൻ ദി അഡ്ജസൻ്റ് എക്കോ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിലും അതേപോലെ തന്നെ നമ്മുടെ ഡെസേർട്ടിലും കാണുന്നേക്കാൾ കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ സ്പീഷീസ് നമുക്ക് എക്കോട്ടോണിൽ കാണാൻ പറ്റും. അതും ട്രൂ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 1, 2 and 3rd സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഓപ്ഷൻ സി ഇസ് കറക്റ്റ് ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാത്തോളജി, പ്ലാൻ പാത്തോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കിവിടെ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഫോൾസ് സ്മട്ട് ഡിസീസ് ഓഫ് പാഡി. സ്മട്ട് ഡിസീസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കോസ് ചെയ്യുന്നത് യൂസ്റ്റിലാഗോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂസ്റ്റിലാജിനോയിഡിയെ വിറൻസ് ആണ് ഈ പറയുന്ന ഫോൾസ് സ്മട്ട് ഓഫ് പാഡി കോസ് ചെയ്യണത്. അപ്പോൾ എ ഓപ്ഷൻ എപ്പോഴും മാച്ച് ചെയ്യുന്നത് സെക്കൻഡ് എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന ഓപ്ഷൻ ആയിട്ടാണ്. സോ A2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സിയിൽ A2 കാണാൻ പറ്റുന്നുണ്ട്. റെഡ് റസ്റ്റ് ഓഫ് ടീ. റസ്റ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പക്സീനിയയാണ് കോസ് ചെയ്യുന്നത്. എന്നാൽ റെഡ് റസ്റ്റ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് ഒരു ആൽഗയാണ്. അത് ടീയിൽ റെഡ് കളറിലെ ഒരു എന്താ പറയുക പൗഡറി സാധനം ഇട്ടേക്കുന്ന പോലെ തോന്നും. അപ്പോൾ റെഡ് റസ്റ്റ് ഓഫ് ടീ കോസ് ചെയ്യുന്നത് സെഫലൂറോസിസ് എന്ന് പറയുന്ന ആൽഗയാണ്. സോ ബി ഓപ്ഷൻ മാച്ച് വിത്ത് 1. അപ്പോൾ ഇവിടെ നമ്മൾ സിയിൽ ചെക്ക് ചെയ്തു ഓൾറെഡി A2 വെച്ച് മാച്ച് ചെയ്യുന്നുണ്ട്, B1ഉം മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ക്വിക്ക് വിൽട്ട് ഓഫ് പെപ്പർ. വിൽട്ട് ഡിസീസ് എപ്പോഴും കോസ് ചെയ്യുന്നത് ഫൈറ്റോത്തോറയാണ്. അപ്പോൾ ക്വിക്ക് വിൽട്ട് ഓഫ് പെപ്പർ കോസ് ചെയ്യുന്നത് ഫൈറ്റോത്തോറ കാപ്സിക്കൈ ആണ്. സോ സി മാച്ച് വിത്ത് 4. കോഫി റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്നത് ഹെമീലിയ വാസ്റ്റാട്രിക്സ് ആണ്. സോ ഡി മാച്ച് വിത്ത് 3. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യനും പാത്തോളജിയിൽ നിന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഡിസീസ് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ എൻ ആൽഗെ? ഫോൾസ് സ്മട്ട് ഓഫ് പാഡി, റെഡ് റസ്റ്റ് ഓഫ് ടീ, കോഫി റസ്റ്റ്, യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ലേഡീസ് ഫിംഗർ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സ്മട്ട് എന്ന് പറയുന്നത് യൂസ്റ്റിലാഗോയാണ് കോസ് ചെയ്യുന്നത്. പിന്നെ യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ലേഡീസ് ഫിംഗർ. അപ്പോൾ മൊസൈക്ക് ഡിസീസ് എപ്പോഴും കോസ് ചെയ്യുന്നത് വൈറസ് ആണ്. ഇനി കോഫി റസ്റ്റും റെഡ് റസ്റ്റും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു റെഡ് റസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആൽഗൽ ഡിസീസാണ്. ദാറ്റ് ഈസ് കോസ്ഡ് ബൈ എൻ ആൽഗെ നോൺ ആസ് സെഫലൂറോസിസ്. റെഡ് റസ്റ്റ് ഇസ് എൻ ആൽഗൽ ഡിസീസ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉള്ള ഏരിയകൾ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫ്രം ടൂസ് അക്കാഡമി.